അങ്ങനെ ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 1,00,000 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടിരിക്കുകയാണ്. ഈ വർഷം തുടങ്ങുമ്പോൾ വെറും 57,000 രൂപ മാത്രമായിരുന്നു പവന്. ഒരു വർഷം തികയും മുൻപാണ് ഇരട്ടിയോളം വർദ്ധിച്ചിരിക്കുന്നത്. സർവകാല റെക്കോർഡുകളും ഭേദിച്ചാണ് എല്ലാവരെയും ഞെട്ടിച്ച സ്വർണം ഈ കുതിപ്പ് തുടരുന്നത്. പുതിയ വില അനുസരിച്ച് ഗ്രാമിന് 12,700 രൂപയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം വരെ പവന് 1,00,000 160 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയടിക്ക് 1,760 രൂപ വർദ്ധിച്ച പവന് 1,01,600 രൂപ എന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ഇതോടെ ആഭരണപ്രിയരും സാധാരണക്കാരും സ്വർണം വാങ്ങാൻ പാടുപെടുമെന്ന് ഉറപ്പിക്കാം. കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വൻ തിരിച്ചടിയാണ് ഇത്. US വെനസ്വേല ഭിന്നത രൂക്ഷമായതും റഷ്യ യുക്രൈൻ സമാധാന നീക്കങ്ങൾക്ക് ഇളക്കം സംഭവിച്ചതും സ്വർണ്ണവില കുതിക്കാൻ കാരണമായി. സ്വർണ്ണവില അത്ഭുതകരമായി കുതിക്കുമ്പോൾ വാങ്ങുന്നവരെക്കാൾ വിൽക്കുന്നവരുടെ എണ്ണം കൂടിയെന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത്. ഇനി സ്വർണം സ്വന്തമാക്കൽ അസാധ്യമാകുമെന്നാണ് ജ്വല്ലറി ഉടമകൾ നൽകുന്ന സൂചന. സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നവർ ബാർ, കോയിൻ എന്നിവയിൽ കേന്ദ്രീകരിക്കുന്നതാണ് ലാഭകരമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതല്ലെങ്കിൽ ഗോൾഡ് ETF, SGB എന്നിവയും നഷ്ടമില്ലാത്ത ഇടപാടുകളായിട്ട് കണക്കാക്കാം. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തന്നെ വലിയ നഷ്ടം നേരിടും. മാത്രമല്ല ഇവ തിരിച്ചു വിൽക്കുമ്പോൾ വീണ്ടും നഷ്ടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള സ്വർണം വിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇനിയും വില കൂടും. അണിയാനുള്ള ആഭരണം എന്നതിലുപരി സേവിങ്സിനായി സ്വർണം വാങ്ങുന്നതാണ് ബുദ്ധിപരമായ നീക്കം. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുന്നതിനാൽ സ്വർണ്ണവില വലിയ തോതിൽ ഒരിക്കലും കുറയുകയില്ല. വിവിധ രാജ്യങ്ങൾക്കിടയിലെ വൈരം നിലനിൽക്കുന്നതും സ്വർണ്ണവില താഴില്ല എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. എല്ലാത്തിലും ഉപരിയായി സ്വർണ്ണവില ഉയർത്താൻ പല ശ്രമങ്ങളും നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സ്വർണം കൈവശമുള്ള വൻകിട വ്യവസായികളാണ് ഇതിന് പിന്നിലെന്നും സൂചനകളുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും വിപണിയിലെ സാമ്പത്തിക ഞെരുക്കങ്ങളും ഡോളറിലെ വ്യതിയാനങ്ങളുമെല്ലാം മുൻപും നിലവിലുള്ളതാണ്. എന്നാൽ ഇത്രയും വലിയ തോതിലുള്ള സ്വർണ്ണ കുതിപ്പ് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ശക്തികൾ വില ഉയർത്താൻ ശ്രമിക്കുന്നു എന്ന സംശയം ജ്വല്ലറി മേഖലയിലുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒറ്റയടിക്ക് വില കുറയില്ല എന്ന ഉറപ്പായി പറയാൻ കഴിയുന്നത്. ഡോളറിൻ്റെയും രൂപയുടെയും മൂല്യവ്യതിയാനവും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ മാറ്റവുമെല്ലാം ഇതിനെ സാരമായി ബാധിക്കാറുണ്ട്. എല്ലാ അതിരുകളും മറികടന്ന് സ്വർണ്ണവില ഉയരുന്നത് സ്വർണം കയ്യിലുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ വിവാഹാവശ്യത്തിനും മറ്റും വാങ്ങാനിരിക്കുന്നവരെ തളർത്തിക്കഴിഞ്ഞു. 2025 സ്വർണ്ണവില ഉയരാൻ ചൂണ്ടിക്കാട്ടുന്ന എല്ലാ ഘടകങ്ങളും 2026 ആവർത്തിക്കുമെന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില വരും വർഷവും ഉയരും. യുദ്ധം, ഉപരോധം, വ്യാപാര തർക്കം, കറൻസി മൂല്യം, പലിശ നിരക്കിലെ മാറ്റം, പണപ്പെരുപ്പം, ബാങ്കുകൾ കൂടുതലായി വാങ്ങുന്നത്, ആഘോഷവേളകളിലെ സ്വർണം വാങ്ങൽ തുടങ്ങി പല കാര്യങ്ങളും തുടരുമെന്നതിനാൽ സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രൂപ മൂല്യം ഇടിയുന്നത് ഇന്ത്യയിൽ സ്വർണ്ണവില കൂടാനുള്ള ഒരു കാരണമായിട്ട് കണക്കാക്കാം. രൂപ എക്കാലത്തെയും തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറക്കുമതി നികുതി 6% നിന്ന് ഉയർത്തിയേക്കുമെന്നും സൂചനകളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇനിയും വില ഉയരും. ഗോൾഡ് ETF കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നതും വില കൂടാനുള്ള കാരണമാണ്. അതുകൊണ്ട് തന്നെ സ്വർണം കൈവശമുള്ളവർ വിൽക്കുന്നതിന് മുൻപ് ഈ രംഗത്തെ വിദഗ്ധരുമായി ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. പണത്തിൻ്റെ ആവശ്യം എത്രയുണ്ടെങ്കിലും ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് വിൽക്കുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ പണ്ട് ചുളുവിലയ്ക്ക് ഭൂമി വിറ്റതിൻ്റെ പേരിൽ ഇപ്പോൾ പശ്ചാത്തപിക്കുന്ന സാധാരണക്കാർക്ക് സ്വർണത്തിൻ്റെ പേരിലും വിഷമിക്കേണ്ടി വരും.